ആക്ച്വലി 5 വർഷത്തിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് എന്നെ കൊണ്ട് ഇനി നടക്കുമോ, എനിക്ക് വട്ടുണ്ടോ ഇതിലേക്ക് പിന്നെയോ ഇതിലേക്ക് തന്നെ ഇറങ്ങി. പാസ്സായി ഉമ്മ പാസ്സായി എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ ഭയങ്കര കരച്ചിലല്ലേ. ലാസ്റ്റ് ടൈം കിട്ടാത്തതിന്റെ ആരോടുള്ള ദേഷ്യം വീട്ടിലാണല്ലോ. 82 മാർക്കോട് കൂടിയിട്ട് എക്സാം അങ്ങ് തൂക്കി കളഞ്ഞല്ലോ. എങ്ങനെ ഈ റിസൾട്ടിലേക്ക് നീ എത്തി? എനിക്കൊരു വാശി ഉണ്ടേനു ഇതെങ്ങനെയെങ്കിലും ഈ അറ്റംപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണമെന്ന്. കാരണം കുറേ പേര് പറഞ്ഞിനി ഞാൻ ആക്ച്വലി 5 വർഷത്തിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് എന്നെ കൊണ്ട് ഇനി നടക്കുമോ, എനിക്ക് വട്ടുണ്ടോ ഇതിലേക്ക് പിന്നെയോ ഇതിലേക്ക് തന്നെ ഇറങ്ങാൻ, എനിക്ക് വട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചു. ഞാൻ ആദ്യം ഫേസ് ചെയ്ത ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബേസ് പോലെ ഒന്ന് സെറ്റ് അല്ലേനു. അപ്പോൾ അത് നല്ല സ്ട്രഗിൾ ചെയ്ത സമയമായിരുന്നു. ആ സമയത്താണ് ഈ റാൻസിൽ എത്തുന്നതോ അവർ ബേസ് ക്ലാസ് ആദ്യം തന്നെ നമുക്ക് സെറ്റാക്കി തരും. ഞാൻ നല്ല എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇപ്രാവശ്യം ഇട്ടിന്. എന്നിട്ട് തന്നെയാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടിയത്. റിസൾട്ട് കണ്ടുതരാൻ ഭയങ്കര സന്തോഷമായിരുന്നു. രാവിലെ എണീറ്റ് റിസൾട്ട് നോക്കാൻ എണീറ്റ് അപ്പോൾ ലിങ്ക് വന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ എന്താക്കി വീണ്ടും പോയി കടന്ന് റിസൾട്ട് ഇനി എല്ലാം കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞ് നോക്കാൻ വിചാരിച്ചു. ആ സമയത്ത് നോക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചേനു. ഒപ്പാണ് രാശി സാറ് ഒരു 6:50 ആ സമയത്ത് എന്തോ വിളിച്ചിട്ട് ട്രീറ്റ് വേണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്താ പറയുന്നത് ചോദിച്ചു. ഞങ്ങൾക്ക് ഫുള്ള് ബ്ലാങ്ക് ആയി പോയി, എന്നാ പറയേണ്ടതൊന്നും തിരിയുന്നില്ല. ഇവിടെ പറഞ്ഞാൽ എനിക്കത് വാട്സപ്പിൽ ഇട്ടിട്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും തിരിയാത്ത ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീല് പറഞ്ഞാൽ തിരിയില്ല. അപ്പൊ ഞാൻ വാട്സപ്പ് എടുത്ത് ഓപ്പൺ ആക്കി നോക്കിയപ്പോ എന്നാ ചെയ്യേണ്ടേന്ന് തിരിയുന്നില്ല, കരയണോ ചിരിക്കണോ ഒന്നും തിരിയുന്നില്ല. ഇക്കാക്കനെ വിളിച്ച് ഞാൻ റിസൾട്ട് വന്ന് പാസ്സായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം ഉമ്മാനെ വിളിച്ചേരെ ഞാൻ പിന്നെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഉമ്മ പാസ്സായി എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ ഭയങ്കര കരച്ചിലല്ലേനു. ഇന്ന് എന്റെ ഫേസിൽ ഈ ഒരു ഹാപ്പിനെസ് ഉണ്ടാണെങ്കിൽ അതിന്റെ പിറകിൽ എന്റെ ഫാമിലി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ റൺസ് അക്കാദമിയും. അതിലുള്ള മെന്റേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റി ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും ഒപ്പരം കൂടെ അത്രയും സപ്പോർട്ടായി നിന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് റൺസ് അക്കാദമിയാണ്. താങ്ക് യു റൺസ് അക്കാദമി.